ഹലോ നമസ്കാരം, ഇറ്റ്സ് മീ കലാകുമ മഹൽ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ പവർ ഓഫ് സീരീസിൽ വരുന്ന ടോപ്പിക് എക്സ്പീരിയൻസ്, ദ പവർ ഓഫ് എക്സ്പീരിയൻസ്. പ്ലസും മൈനസും കൂടി ചേർന്ന ഒരു കാര്യമാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആർക്കും പറയാൻ പറ്റത്തില്ല, ഓ എൻ്റെ എക്സ്പീരിയൻസസ് എല്ലാം പോസിറ്റീവായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആർക്കും പറയാൻ പറ്റത്തില്ല എൻ്റെ എക്സ്പീരിയൻസസ് എല്ലാം നെഗറ്റീവായിരുന്നു എന്ന്. പ്ലസും മൈനസും കൂടി കലർന്ന് നമ്മുടെ കയ്യിൽ വരുന്ന അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് തന്നെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് പിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത്. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിനകത്ത് ഒരുപാട് സ്റ്റോറീസും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സും ഒരുപാട് ക്രിയേഷൻസും ഒരുപാട് ഫെയില്യൂറും കുറച്ച് സക്സസ്സും കുറേ കാര്യങ്ങളുമായിട്ടൊക്കെ മിക്സപ്പായിട്ട് കിടക്കുന്ന ഒന്നാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും, മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. നല്ല എക്സ്പീരിയൻസിനകത്ത് നിന്ന് കിട്ടുന്ന കാര്യങ്ങളെ ഊർജ്ജമായിട്ട് വെക്കുക, മോശം എക്സ്പീരിയൻസിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന കാര്യങ്ങളെ നമ്മൾ ലെസൺ ആയിട്ട് വെക്കുക, അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററായിട്ട് വെക്കുക. ഒരു മനുഷ്യനെ ഏറ്റവും നല്ല രീതിയിൽ പോളിഷ് ചെയ്തെടുക്കാനായിട്ട് ഉപകരിക്കുന്ന നല്ലൊരു കാര്യമാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിനകത്തുണ്ടാകുന്ന ബാഡ് എക്സ്പീരിയൻസിനെ എപ്പോഴും ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാഡ് എക്സ്പീരിയൻസിൽ നിന്നിട്ട് ഞാൻ ഫീൽ ചെയ്തെടുത്ത, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്ത എലമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. ഗുഡ് എക്സ്പീരിയൻസ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസ്, ഇത് രണ്ടും ഒരു വ്യക്തിയുടെ ലൈഫിൽ ആജീവനാന്തകാലം കണ്ടിന്യൂ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ ഇന്നലത്തെ എക്സ്പീരിയൻസിൽ നിന്നിട്ട് കിട്ടിയ ലെസൺ, അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് കിട്ടിയ ഊർജ്ജമാണ് എൻ്റെ ഇന്നത്തെ ലൈഫ്. എൻ്റെ ഇന്നത്തെ ഈ കഴിഞ്ഞു പോകുന്ന ഓരോ സമയത്തും എനിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസാണ് എൻ്റെ നാളെ ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സ്പീരിയൻസ് നമ്മളെ പോളിഷ് ചെയ്യും, എക്സ്പീരിയൻസ് നമ്മളെ ഡെവലപ്പ് ചെയ്യും. പക്ഷേ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ അനലൈസ് ചെയ്യണമെന്നത് മാത്രം. മറ്റൊരു വ്യക്തിയുടെ എക്സ്പീരിയൻസ് നമുക്കൊരു സ്റ്റോറി ആയിരിക്കും, പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ലൈഫായിട്ടായിരിക്കും നമുക്ക് കൺവേർട്ട് ആവുന്നത്. സോ എക്സ്പീരിയൻസ് ലൈഫിൽ ഏത് തരത്തിലുള്ള മെമ്മറീസ് കൊണ്ടുവരുമെന്ന് അറിയത്തില്ല, പക്ഷേ ഓരോ മെമ്മറീസിൻ്റെ പിന്നിലും നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ചില എക്സ്പീരിയൻസ് നമ്മളെ ബോൾഡാക്കും, ചില എക്സ്പീരിയൻസ് നമ്മളെ വൈസാക്കും, ചില എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മളെ ചില സ്ഥലങ്ങളിൽ നിന്നിട്ട് മാറ്റി നിർത്തും. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്പീരിയൻസ് അത്ര ശരിയായില്ല, സോ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് തോന്നത്തില്ലേ? ചില എക്സ്പീരിയൻസ് ആരും ചെയ്യാൻ തയ്യാറാക്കാത്ത ചില കാര്യത്തിനകത്തേക്ക് നമുക്കൊന്ന് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് തരും. സോ എക്സ്പീരിയൻസിന്, ഓരോ എക്സ്പീരിയൻസിനെ നമ്മൾ ആ രീതിയിൽ വേണം കാണാൻ. ഒരു വ്യക്തിയെ ഒരു സ്ട്രോങ് പേഴ്സണാക്കി മാറ്റുന്നതിൽ എക്സ്പീരിയൻസിന് വളരെ അധികം പങ്കുണ്ട്. അയാളുടെ ലൈഫിൽ അയാളുടെ പാസ്റ്റിൽ നിന്നിട്ട് കിട്ടുന്ന എക്സ്പീരിയൻസ്, അയാളുടെ സറൗണ്ടിങ്സിൻ്റെ അകത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ്, അയാളുടെ ഫാമിലിക്കകത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ്, ഇതെല്ലാം. അപ്പോൾ നമ്മളെപ്പോഴും നല്ല എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് നമ്മൾ നല്ല എക്സ്പീരിയൻസ് കൊടുക്കാൻ പ്രിപ്പയർ ആവുന്ന വ്യക്തികളായിരിക്കണം. നമ്മുടെ ലൈഫിലേക്ക് വരുന്ന എക്സ്പീരിയൻസ് മേ ബി നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടും വരാം, മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ടും വരാം. പക്ഷെ അത് എങ്ങനെ വന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് തിങ്ക് ചെയ്യുക, ഈ എക്സ്പീരിയൻസ് എന്നെ ടീച്ച് ചെയ്യുന്നത് എന്താണ്, ഈ എക്സ്പീരിയൻസിൽ നിന്നിട്ട് ഞാൻ എന്ത് ലെസണാണ് എടുക്കേണ്ടത്, ഈ എക്സ്പീരിയൻസിൽ നിന്നിട്ട് ഞാൻ എൻ്റെ ലൈഫ് എങ്ങനെയാണ് മോൾഡ് ചെയ്തെടുക്കേണ്ടത്, ഈ എക്സ്പീരിയൻസിൽ നിന്നിട്ട് ഞാൻ എൻ്റെ ഫ്യൂച്ചറിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ഈ എക്സ്പീരിയൻസിൻ്റെ അകത്ത് നിന്നിട്ട് എനിക്ക് എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഈ എക്സ്പീരിയൻസിൻ്റെ അകത്ത് നിന്നിട്ട് എനിക്ക് ആരെയൊക്കെ എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഈ എക്സ്പീരിയൻസിൻ്റെ അകത്ത് നിന്നിട്ട് എനിക്കെങ്ങനെ സ്വയം ചേഞ്ച് ആകാൻ പറ്റും എന്നുകൂടെ ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ ലൈഫിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് രണ്ട് രീതിയിലാണ്.
ഒന്ന് നല്ലതും കാണും, ഒന്ന് മോശമായതും കാണും. സോ മോശമായിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ സാധനത്തിനെ നല്ല പാഠങ്ങളായിട്ട് എവിടെ നിൽക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള നല്ല പാഠങ്ങളായിട്ട് എടുക്കുക. നല്ല എക്സ്പീരിയൻസസിനെ നല്ല ഒരു ഓർമ്മയായിട്ട്, നല്ല ഒരു കഥയായിട്ട് മൈൻഡിനകത്ത് കൊണ്ടുനിന്ന് അത് മറ്റുള്ളവരിലേക്കും നല്ലൊരു എക്സ്പീരിയൻസിനെ ഷെയർ ചെയ്ത് അവിടെ ലൈഫിനെ ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ചേഞ്ച് കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. സോ എക്സ്പീരിയൻസിന് നമ്മളെ ഏറ്റവും നല്ല ബെസ്റ്റ് വെർഷനിലേക്ക് മേക്ക് ചെയ്ത്, മോൾഡ് ചെയ്ത്, ഡിസൈൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. താങ്ക് യു.